ഭൂപടത്തിൽ സ്വയം പര്യാപ്തതയുടെയും സൈനിക കരുത്തിന്റെയും പുതിയൊരു അധ്യായം എഴുതി ചേർക്കുകയാണ് ഇന്ത്യ. പരമ്പരാഗതമായി രാജ്യം അതീവ രഹസ്യമായും പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിലും സൂക്ഷിച്ചിരുന്ന മിസൈൽ നിർമ്മാണ മേഖല ചരിത്രത്തിലാദ്യമായി ആഭ്യന്തര സ്വകാര്യ കമ്പനികൾക്കായി തുറന്നുകൊടുക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം വെറുമൊരു നയപരമായ മാറ്റം മാത്രമല്ല, മറിച്ച് ആഗോള പ്രതിരോധ വിപണിയിലെ വൻശക്തിയാകാനുള്ള ഇന്ത്യയുടെ കൃത്യമായ ചുവടുവെപ്പാണ്. റഷ്യ യുക്രൈൻ യുദ്ധം, സമീപകാലത്തുണ്ടായ കടുത്ത അമേരിക്ക ഇറാൻ സൈനിക സംഘർഷങ്ങൾ എന്നിവയിൽ നിന്ന് വ്യക്തമായതുപോലെ ആധുനിക യുദ്ധമുറകളിൽ നിർണായക അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കാൻ മിസൈലുകൾക്കുള്ള പങ്ക് ചെറുതല്ലെന്ന് ഇന്ത്യ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള പ്രാദേശിക സൈനിക നീക്കങ്ങൾ നൽകിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് ശത്രുക്കളുടെ ദീർഘദൂര ആയുധശേഷിയെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ സ്വന്തം മിസൈൽ ആയുധശേഖരം അതിവേഗം വിപുലീകരിക്കേണ്ടത് ഇന്ത്യയുടെ നിലനിൽപ്പിന്റെ തന്നെ ആവശ്യമായി മാറിയിരിക്കുന്നു. പ്രമുഖ മാധ്യമങ്ങളായ ഹിന്ദുസ്ഥാൻ ടൈംസ്, ന്യൂസ് 18 പോലുള്ളവയുടെ റിപ്പോർട്ടുകൾ പ്രകാരം പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിന് മാത്രം താങ്ങാൻ കഴിയാത്തത്ര വലിയ ആവശ്യകതയാണ് ഇന്ത്യൻ സായുധ സേനയിൽ നിന്നും ഇന്ത്യയുടെ മിസൈലുകൾ വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഈ വർദ്ധിച്ചു വരുന്ന ആഭ്യന്തര കയറ്റുമതി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ഉൽപാദനശേഷി 5 ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നതിനുമാണ് ടാറ്റ, മഹീന്ദ്ര, ഭാരത് ഫോർജ്, അദാനി, ICOMM തുടങ്ങിയ വൻകിട സ്വകാര്യ വ്യവസായ ഗ്രൂപ്പുകളെ മിസൈൽ നിർമ്മാണത്തിലേക്ക് പ്രതിരോധ മന്ത്രാലയം ക്ഷണിക്കുന്നത്. പ്രതിരോധ മന്ത്രാലയം പുറപ്പെടുവിക്കാനൊരുങ്ങുന്ന റിക്വസ്റ്റ് ഫോർ പ്രപ്പോസലിന്റെ ആദ്യ ലക്ഷ്യം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അസ്ത്ര മാർക്ക് 2 ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലിന്റെ വൻതോതിലുള്ള ഉൽപാദനമാണ്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത ഈ ആധുനിക മിസൈലിന് 180 മുതൽ 200 കിലോമീറ്റർ വരെയുള്ള ശത്രു വിമാനങ്ങളെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കാനുള്ള അത്ഭുതകരമായ പ്രഹരശേഷിയുണ്ട്. അയൽ രാജ്യമായ പാകിസ്ഥാന് ചൈന കൈമാറിയ ഏറ്റവും മാരകമായ PL-15 ഈ ദീർഘദൂര മിസൈലുകളുടെ ഭീഷണിയെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അസ്ത്ര മാർക്ക് 2 രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ ഈ മിസൈലുകൾ അതിവേഗം നിർമ്മിച്ച് പുറത്തിറക്കുന്നതോടെ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് ഇരട്ടിയാകും. ഇന്ത്യയുടെ അഭിമാനമായ തദ്ദേശീയ യുദ്ധവിമാനം തേജസ് മാർക്ക് 1A, MiG-29, വ്യോമസേനയുടെ നെടുന്തൂണായ സുഖോയ് 30, MKI കൂടാതെ ഇന്ത്യൻ നാവികസേനയുടെ കരുത്തായി മാറാൻ പോകുന്ന റാഫേൽ മറൈൻ യുദ്ധവിമാനങ്ങൾ എന്നിവയിലെല്ലാം ഈ അസ്ത്ര മാർക്ക് 2 മിസൈലുകൾ സംയോജിപ്പിക്കും. ആകാശ പോരാട്ടങ്ങളിൽ ഇന്ത്യൻ പൈലറ്റുമാർക്ക് ശത്രുക്കളുടെ റഡാർ പരിധിക്ക് പുറത്തു നിന്ന് തന്നെ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് മാരകമായ പ്രഹരമേൽപ്പിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നത് വ്യോമ പ്രതിരോധ രംഗത്ത് ഇന്ത്യക്ക് പൂർണ്ണമായ ആധിപത്യം ഉറപ്പു നൽകുന്നുണ്ട്. അസ്ത്ര മിസൈലിന് പിന്നാലെ സ്വകാര്യ മേഖലയുടെ കരുത്തിൽ നിർമ്മിക്കാൻ പോകുന്ന അടുത്ത തന്ത്രപ്രധാന ആയുധം പ്രാലൈ ബാലിസ്റ്റിക് മിസൈൽ ആണെന്ന് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. 500 കിലോമീറ്റർ ദൂരപരിധിയുള്ള ശബ്ദത്തേക്കാൾ 6 ഇരട്ടി വേഗതയിൽ അന്തരീക്ഷത്തിലൂടെ പാഞ്ഞു കയറാൻ ശേഷിയുള്ള കടുത്ത നാശം വിതയ്ക്കുന്ന 2 ഘട്ടങ്ങളുള്ള മിസൈലാണിത്. ചൈനീസ് അതിർത്തിയിലെയും പാകിസ്ഥാൻ അതിർത്തിയിലെയും തന്ത്രപ്രധാനമായ ശത്രുതാ കേന്ദ്രങ്ങളെ നിമിഷങ്ങൾക്കകം ചാരമാക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് റോക്കറ്റ് ഫോഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിരിക്കും പ്രാലൈ. ഇതിനോടൊപ്പം തന്നെ ദീർഘദൂര ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലുകൾ, ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് മിസൈലിന്റെ അടുത്ത തലമുറ പതിപ്പായ നെക്സ്റ്റ് ജനറേഷൻ ബ്രഹ്മോസ്, 300 കിലോമീറ്റർ അകലെയുള്ള ശത്രുക്കളുടെ സൈനിക വ്യൂഹങ്ങളെ ഒരേ സമയം തകർക്കാൻ ശേഷിയുള്ള എക്സ്റ്റൻഡഡ് റേഞ്ച് പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചിംഗ് സിസ്റ്റം എന്നിവയും ഈ പുതിയ നയത്തിലൂടെ കൂടുതൽ ശക്തിപ്പെടുത്തും. അതിർത്തി കടന്നുള്ള ഏത് അധിനിവേശ ശ്രമങ്ങളെയും തുടക്കത്തിൽ തന്നെ തകിടം മറിക്കാൻ പോകുന്ന സ്റ്റാൻഡ് ഓഫ് ആയുധങ്ങളുടെ നിർമ്മാണത്തിലാണ് മോദി സർക്കാർ ഇപ്പോൾ ഊന്നൽ നൽകുന്നത്. ആക്രമണ മിസൈലുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഇന്ത്യയുടെ ആകാശത്തെ ഒരു കോട്ട പോലെ സുരക്ഷിതമാക്കാനുള്ള മൾട്ടി ലെയ്ഡ് ആന്റി മിസൈൽ, ആന്റി ഡ്രോൺ പ്രതിരോധ ശൃംഖലയും രാജ്യം യുദ്ധകാല അടിസ്ഥാനത്തിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ അതിർത്തികളിൽ വിന്യസിക്കുന്ന വില കുറഞ്ഞ തുർക്കി നിർമ്മിത കാമിക്കേസ് ഡ്രോണുകളും ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി അതിർത്തികളിൽ കുന്നുകൂട്ടിയിരിക്കുന്ന ദീർഘദൂര റോക്കറ്റുകളെയും പ്രതിരോധിക്കാൻ ഈ സുരക്ഷാ കവചത്തിന് സാധിക്കും. ഈ പ്രതിരോധ ശൃംഖലയ്ക്ക് കൂടുതൽ കരുത്തേകാൻ റഷ്യയിൽ നിന്നുള്ള 5ാമത്തെ S-400 ട്രയംഫ് വ്യോമ പ്രതിരോധ സംവിധാനം വരും മാസങ്ങളിൽ ഇന്ത്യയിലെത്തും. ശത്രുക്കളുടെ അത്യാധുനിക മിസൈലുകളെയും സ്റ്റെൽത്ത് വിമാനങ്ങളെയും 400 കിലോമീറ്റർ അകലെ വെച്ച് തന്നെ കണ്ടെത്തി തകർക്കാൻ ശേഷിയുള്ള ഈ സംവിധാനത്തിന് പുറമെ 5 അധിക S-400 ബാറ്ററികൾ കൂടി റഷ്യയിൽ നിന്ന് വാങ്ങാൻ സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. ഈ വിലയേറിയ S-400 സംവിധാനങ്ങളെ ശത്രുക്കളുടെ ചെറു ഡ്രോണുകളിൽ നിന്നും റോക്കറ്റ് ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി റഷ്യയുടെ തന്നെ വിഖ്യാതമായ പാൻസർ വ്യോമ പ്രതിരോധ സംവിധാനവും ഇന്ത്യ ഇതിന്റെ ഭാഗമാക്കുന്നുണ്ട്. കൂടാതെ ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളെ കടലിലെ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ഇസ്രായേലുമായി സംയുക്തമായി ചേർന്ന ദീർഘദൂര ഉപരിതല വ്യോമ മിസൈലുകളും ഇന്ത്യ വികസിപ്പിക്കുന്നുണ്ട്. മേക്കപ്പ് ഉൽപ്പന്നങ്ങളും മൊബൈൽ ഫോണുകളും നിർമ്മിക്കുന്നത് പോലെയല്ല മിസൈൽ നിർമ്മാണമെന്നും അതൊരു രാജ്യത്തിന്റെ പരമാധികാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും നന്നായി അറിയാവുന്ന കേന്ദ്ര സർക്കാർ ഇന്ത്യൻ സ്വകാര്യ കമ്പനികളുടെ സാങ്കേതിക വളർച്ചയിലും കൃത്യതയിലും പൂർണ്ണ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ്.
മുൻകാലങ്ങളിൽ വിമാനങ്ങൾ, പീരങ്കികൾ, നാവിക പ്ലാറ്റ്ഫോമുകൾ എന്നിവയിൽ സ്വകാര്യ പങ്കാളിത്തം അനുവദിച്ച് വിജയിച്ച പാരമ്പര്യമാണ് ഇന്ത്യക്കുള്ളത്. ടാറ്റയും ഭാരത് ഫോർജും മഹീന്ദ്രയും എല്ലാം ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ കെൽപ്പുള്ളവരാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. ഈ പുതിയ നയത്തിലൂടെ കോടിക്കണക്കിന് രൂപയുടെ വിദേശ നിക്ഷേപവും ആഭ്യന്തരമായി 10,000-കണക്കിന് തൊഴിലവസരങ്ങളുമാണ് ഇന്ത്യയിൽ സൃഷ്ടിക്കാൻ പോകുന്നത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും മിസൈലുകൾ കയറ്റുമതി ചെയ്യുന്ന വലിയൊരു ഹബ്ബായി ഇന്ത്യ മാറും. ചൈനയുടെ ഏകപക്ഷീയമായ സൈനിക വിപുലീകരണത്തിന് തടയിടാനും ഏഷ്യയിലെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും സമാധാന അന്തരീക്ഷം നിലനിർത്താനും ശക്തമായ ഇന്ത്യ അത്യാവശ്യമാണെന്ന് ലോകരാജ്യങ്ങൾ സമ്മതിക്കുന്നു. സ്വന്തം മണ്ണിൽ നിർമ്മിച്ച മാരകായുധങ്ങളുമായി ഇന്ത്യൻ സൈന്യം അതിർത്തികളിൽ കാവൽ നിൽക്കുമ്പോൾ അത് വരും തലമുറകൾക്ക് നൽകുന്നത് ലോകത്തെ ഏത് വൻശക്തിയോടും നേർക്കുനേർ നിൽക്കാനുള്ള ആത്മവിശ്വാസവും ഇന്ത്യയുടെ മാഞ്ഞുപോകാത്ത പ്രതാപവുമാണ്.